ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് 18 എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം വളരെ സങ്കടകരമായൊരു അധ്യായമാണെന്ന് ഞാൻ പറയും. വലിയൊരു വിജയത്തിന് ശേഷം ഉണ്ടായ വലിയൊരു സങ്കടത്തിൻ്റെ വാർത്തയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 ഫെലിസ്ത്യരെ അടിച്ചു വന്നതായിരിക്കുന്നൊരു വലിയ മനുഷ്യനാണ് ശിംശോൻ എന്ന് പറയുന്ന. കുന്ന് 1 കുന്ന് 2 എന്ന് പറയത്തക്കോണം ആളുകളെ അടിച്ച് കൊന്ന് കൂട്ടം കൂട്ടി. അപ്പോൾ വലിയ ഒരു വിജയമാണ് ശിംശോനെ ജയിച്ചത്. ന്യായമായി ഇത്ര വലിയൊരു വിജയം വരിച്ച ശിംശോന് സന്തുഷ്ടനും മറ്റുള്ളവരുടെ മുൻപിൽ വിജയം കൊണ്ടാടേണ്ടവനുമാണ്. എന്നാൽ ശിംശോൻ്റെ സ്ഥിതി വളരെ സങ്കടകരമാണ്. നാം അതിനുശേഷം വായിക്കുന്നത് എന്താണെന്നറിയാമോ? ദാഹം കൊണ്ട് താൻ മരിക്കുമെന്നും അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴുമെന്നും വലിയൊരു ഭയം തനിക്കുണ്ടായി. ദാഹം കഠിനമായിരിക്കും, പക്ഷേ മരണം എന്തിനാണ് അതിനോട് കൂട്ടിച്ചേർക്കുന്നത്? പെട്ടെന്ന് ദാഹിച്ചിട്ട് ആരും മരിക്കാറില്ല. ഡീഹൈഡ്രേഷൻ കൊണ്ടാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എവിടുന്നെങ്കിലും കൊടുത്ത് കുടിച്ചാൽ പോരെ. പക്ഷേ അവനങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. മരിക്കുന്നതിന് മുൻപ് ദാഹത്തിന് വെള്ളം കണ്ടെത്താതിരിക്കാൻ എന്ത് കാരണമാണുള്ളത്? നാസിബ്രതക്കാരനായ ശിംശോൻ ഒരു കാരണവശാലും കൈകാര്യം ചെയ്യുവാൻ അനുവാദമില്ലാത്തതായിരിക്കുന്ന ഒരു ജന്തുവിൻ്റെ അസ്ഥിയാണ്, താടിയല്ലാണ്, ചത്ത മൃഗത്തിൻ്റെ താടിയല്ലാണ് തൻ്റെ കയ്യിൽ. ആ താടിയല്ല് കൊണ്ടാണ് താൻ വിജയം വരിച്ചത്. ദൈവം അവന് ശക്തി കൊടുത്തിരുന്നു. ആ ശക്തി ഉപയോഗിച്ചു വലുതാത്ത ആയുധം കൊണ്ടവൻ വിജയം വരിച്ചു. അങ്ങനെ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ആയുധം തെറ്റാണ്. വിജയം വരിച്ച ശേഷം വലിച്ചെറിഞ്ഞു. പക്ഷേ താൻ അശുദ്ധമായത് തൊട്ടു താൻ അശുദ്ധനായി തീർന്നു. അപ്പോൾ ശംശോന് പെട്ടെന്നൊരു ഡിപ്രഷൻ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഭയങ്കരമായിരിക്കുന്ന ഡിപ്രഷൻ ഉണ്ടായി. തൻ്റെ വിജയത്തിന് പിന്നാലെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. വിജയത്തിൻ്റെ ലഹരി തന്നിൽ ഭയമുണ്ടാക്കി. ഫെലിസ്ത്യർ വരുമെന്നും തന്നെ പിടിക്കുമെന്നും തന്നെ കൊല്ലുമെന്നും ഒക്കെ താൻ ഭയപ്പെട്ടു. തൻ്റെ വിജയമൊന്നും താൻ വിജയമായിട്ട് കണക്കാക്കിയില്ല. എന്താ കാരണം? ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ വിജയങ്ങൾ നമുക്ക് നേട്ടങ്ങളാകണമെങ്കിൽ കോട്ടങ്ങളുടെ വഴിയിൽ അവ നേടരുത്. വിലക്കപ്പെട്ട ആയുധങ്ങൾ ഒരിക്കലും നാം വിജയത്തിന് ഉപയോഗിക്കരുത്. ധാർമ്മികമായ മാർഗത്തിലൂടെ മാത്രമേ നമ്മുടെ നേട്ടങ്ങൾ നാം കൊയ്യാവൂ. അരുതാത്ത വഴികളിലൂടെ നാം നേടുന്ന വിജയങ്ങൾ വിഷം കലർത്തിയ പാനീയം പോലെയാണ്. കുടിക്കുമ്പോൾ മധുരമാണെങ്കിലും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വിഷമാണ്. അതാണ് ശിംശോന് ഭവിച്ചത്. ശിംശോൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത പോയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ എങ്ങനെയൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഞാനും ചിന്തിക്കുകയാണ്. ഞാൻ എൻ്റെ നാസിർവ്രതം ലംഘിച്ചു. ഞാൻ ആ കഴുതയുടെ താടിയെടുത്തു. ഞാനിപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തു. ദൈവം എന്നെ ഈ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുമോ? ഞാൻ അനർഹനായി തീരുമോ? ദൈവം എന്നെ ഉപേക്ഷിക്കുമോ? ദൈവം എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ശക്തി എടുത്ത് കളഞ്ഞാൽ ഫെലിസ്ത്യർ എന്നെ പിടിക്കും. അവരെന്നെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഥ തീരും. അയ്യോ ദൈവമേ, തനിക്കാകെപ്പാടെ വെപ്രാളമായി, മാനസിക വിഭ്രാന്തിയായി, താനിപ്പം മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. എങ്കിലും ദൈവം കരുണയുള്ളവനാണ്. അവിടെ ഒരു സ്പ്രിങ് പൊട്ടിപ്പുറപ്പെട്ട് അവൻ വെള്ളം കുടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്. പക്ഷേ ഇത് ശിംശോനെ സംഭവിച്ചു. ഇത് നമുക്കൊരു വലിയ പാഠമാണ്, ഒരു മുന്നറിയിപ്പാണ്. പല തെറ്റുകളും ഉടനടി നമ്മെ നശിപ്പിച്ചെന്ന് വരികയില്ല കേട്ടോ. തുടർന്നും വിജയങ്ങൾ നേടിയെന്ന് വരാം. എന്നാൽ അതുകൊണ്ടൊന്നും നാം ചെയ്യുന്ന തെറ്റ് ശരിയാവില്ല കേട്ടോ, ശരിയാവില്ല. കോപ്പി അടിച്ച് ജയിച്ചവന് തൻ്റെ ജയം ഫസ്റ്റ് ക്ലാസ് ആയാലും ആ ജയത്തിന് അവന് അർഹതയില്ല. അവനെന്നും മനസാക്ഷി ഒരു കുത്തുണ്ട്. എന്താണ്? അവന് ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവൻ എന്തോ ഒരു വെപ്രാളത്തിലാണ് പോകുന്നറിയാമോ? കാരണം അവൻ ജയിച്ചത് അനർഹമായിട്ടാണ്. ഇത് ഏതെങ്കിലും വിധത്തിൽ കണ്ടുപിടിച്ചാൽ എൻ്റെ ജോലി പോകുമെന്നുള്ളതാണ്. അങ്ങനെ ജീവിതകാലം മുഴുവനും ഒരു മനോദുഃഖമായും മനസാക്ഷിക്ക് കുത്തുള്ളവനായിട്ടൊരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ശിംശോൻ്റെ വിജയത്തിൻ്റെ മഹത്വം പോകാൻ കാര്യം എന്താണ്? ശിംശോൻ ജയിച്ചു. ആളുകളൊക്കെ പറഞ്ഞു ഭയങ്കരം, ശിംശോൻ ജയ് എന്ന് പറഞ്ഞു. അപ്പോൾ ശിംശോൻ്റെ മനസ്സിൽ എന്താണ്? ചെയ്യരുതാത്ത പാപം ചെയ്താണ് ഞാൻ ജയിച്ചത്, തൊടരുതാത്ത ഞാൻ തൊട്ടു, തിന്നരുതാത്ത ഞാൻ തിന്നു. എന്തോ ഒരു ഭയങ്കരമാണ്. അങ്ങനെ ശിംശോൻ തൻ്റെ മനസാക്ഷിയെ വിറ്റാണ് ഓരോരോ വിജയങ്ങളും താൻ കൊയ്തത്. തനിക്ക് എങ്ങനെ ഡിപ്രഷൻ വരാതെയിരിക്കും? എങ്ങനെ ഡിപ്രഷൻ വരാതെയിരിക്കും? ഇത് നമുക്കും ചിന്തിക്കേണ്ടതാണ്. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടെ ശുദ്ധ മനസാക്ഷി ചെയ്യാനായിട്ടിടയാകണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുൻപാകെ ശുദ്ധമായ മനസാക്ഷിയുണ്ട്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുൻപാകെ ശുദ്ധ മനസാക്ഷി ഉണ്ടാകുക. ഈ ശിംശോന് ദൈവത്തിന് മുൻപാകെ ശുദ്ധമായ മനസാക്ഷിയില്ല, മനുഷ്യൻ്റെ മുൻപാകെ ശുദ്ധമായ മനസാക്ഷിയില്ല. അതുകൊണ്ടാണല്ലോ സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് കൈയിട്ട് തേനെടുത്തിട്ട് അപ്പനും അമ്മയ്ക്കും കൊടുത്ത് അപ്പനും അമ്മയും തേൻ എവിടുന്നാണ് ഇത് വന്നതെന്ന് പറഞ്ഞില്ല. കാരണം എന്താ? അവന് തെറ്റായ മനസാക്ഷിയുണ്ട്. ഇതറിഞ്ഞപ്പനും അമ്മയും അറിഞ്ഞാൽ തിന്നുകയില്ല, ഇവനെ ശാസിക്കുകയും ചെയ്യും. ഉടനെ തന്നെ വാസുതി പോയി അവൻ മുടിയെല്ലാം വെട്ടി അവൻ്റെ നാസിർവ്രതം അവിടെ അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്.
അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ശുദ്ധമായൊരു മനസാക്ഷിയും മനസ്സിന് നമുക്ക് ശക്തിയും ബലവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് ശരിയായിരിക്കണം. നാം ചെയ്യുന്ന പ്രവൃത്തി നല്ലതായാൽ പോരാ, ചെയ്ത വിധവും ശരിയാകണം. മീൻസും എൻസും ഒരുപോലെ, ലക്ഷ്യവും മാർഗവും ഒരുപോലെ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ശാശ്വതമാകൂ. അനേകർ കൈക്കൂലി കൊടുത്ത് ജോലി വാങ്ങും, ഏത് സമയത്തും ആ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീതി അവർക്കുണ്ട്. അതുപോലത്തെ കോപ്പി അടിച്ച് ജോലി വാങ്ങും, സ്വാധീനം ചെലുത്തി ജോലി വാങ്ങും. അങ്ങനെ ഓരോ കാര്യങ്ങൾ മോഷ്ടിച്ചുണ്ടാക്കിയ സ്വത്താണ്. ഏത് സമയത്തും ഇൻകം ടാക്സ് പിടിച്ചാലും മറ്റുള്ളവർ പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പോകുന്നവർക്ക് ഭയമാണ്. അങ്ങനെ ചില ആളുകൾ പിന്നെ അവർ സ്വയം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. കാരണം എന്താണ്? അവരുടെ കൈകൾ ശുദ്ധമല്ലെന്നുള്ളതാണ്. അവരുടെ കൈകൾ ശുദ്ധമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം. ദൈവം മുൻപാകെയും മനുഷ്യൻ്റെ മുൻപാകെയും ശമൂല് പറഞ്ഞ പോലെ ഈ കൈകൾ നീട്ടിയിട്ട് പറഞ്ഞു, ഞാനൊരു കഴുതക്കുട്ടിയെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞു. നമ്മുടെ കൈകളും അങ്ങനെ ശുദ്ധമായിരിക്കണം. ഒരു മനുഷ്യൻ്റെയും യാതൊന്നും നാം വഞ്ചിച്ചെടുക്കുന്നവരോ അങ്ങനെയുള്ള ആളുകളായിരിക്കരുത്. അതുകൊണ്ട് ശുദ്ധ മനസാക്ഷിയോടുകൂടെ നമുക്ക് ചെയ്താൽ ഈ ഡിപ്രഷൻ വരികയില്ല. ഇന്ന് ഒരുപാട് വിശ്വാസികൾക്ക് ഡിപ്രഷനുണ്ട്. ഞാൻ പല ആളുകളെയും കൗൺസിൽ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ എന്താണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ഒളിച്ചു കിടക്കുന്നതായ ചില കുറ്റബോധങ്ങളുണ്ട്. ലൈംഗിക കാര്യങ്ങളിലെ കുറ്റബോധം, സാമ്പത്തിക ക്രമക്കേടുള്ള കുറ്റബോധങ്ങൾ, മാതാപിതാക്കളെ അനുസരിക്കാതെ എന്നുള്ള കുറ്റബോധം, സഹോദരന്മാർക്ക് നഷ്ടം വരുത്തതിൻ്റെ കുറ്റബോധം, ദൈവത്തോടും ദൈവസഭയോടും കളവ് പറഞ്ഞതിൻ്റെ കുറ്റബോധം. ഈ കുറ്റബോധത്തിൽ അവരെന്ത് ചെയ്യുന്നു? കുറ്റബോധമാകുന്ന ഇഷ്ടികകൾ കൊണ്ട് കെട്ടിപ്പടുക്കുന്ന കെട്ടിടങ്ങൾ വളരെ ഉയർന്നു കഴിഞ്ഞ ശേഷം അത് അവരുടെ തലയിൽ തന്നെ വീഴും. അത് ഇടിഞ്ഞെല്ലാം കൂടെ പഠിക്കാരുടെ തലയിൽ തന്നെ വീഴും. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമുക്കത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം എടുത്തു വെക്കുന്ന ഓരോ ഇഷ്ടികയും ശുദ്ധ കരങ്ങൾ കൊണ്ട് എടുത്തു വെക്കണം. ഒരു പൈസയെ സമ്പാദിച്ചുള്ളെങ്കിലും ആ പൈസ കർത്താവിൻ്റെ കയ്യിൽ നീട്ടിയിട്ട് മനുഷ്യനെ നീട്ടി പറയണം, ഈ ഒരു പൈസ എൻ്റെ കയ്യിലുള്ളൂ, ഞാൻ ദരിദ്രനാണ്, പക്ഷേ ഈ ഒരു പൈസ ശുദ്ധമാണ്, ആരെയും വഞ്ചിച്ചെടുത്തതല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും, സഭയ്ക്കുള്ളത് സഭയ്ക്കും, ഗവൺമെൻറ്റിനുള്ളത് ഗവൺമെൻറ്റിനും കൊടുത്ത ശേഷമാണ് ഞാനിത് സമ്പാദിച്ചത് എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ വേണം നമുക്ക് കഴിയാനായിട്ട്. അതുകൊണ്ട് ശുദ്ധമായ മനസാക്ഷി വളരെ വലുതാണ്. വലിയൊരു മനുഷ്യനാണ് ആയിരുന്നു ശിംശോൻ. പക്ഷേ അവന് മരണപ്രാളമുണ്ടായി. കാരണം അവൻ്റെ അരുതാത്ത വിധത്തിലാണ് ജയം ഭരിച്ചത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജയങ്ങളെ നമുക്ക് പരിശോധിക്കാം. സത്യസന്ധമായ മാർഗ്ഗത്തിൽ, ദൈവത്തിന് ഹിതമുള്ള മാർഗ്ഗത്തിൽ, വചനപ്രകാരം നമ്മുടെ വിജയങ്ങൾ നമുക്ക് നേടാം. നമ്മുടെ യുദ്ധങ്ങളെ നമുക്ക് വചനപ്രകാരം നടത്താം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവില്ല, നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ശിംശോൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചത്. അരുതാത്ത വഴിയിൽ കൂടെ നേടിയതായിരിക്കും ജയം അവന് ഒരിക്കലും വിജയം നൽകിയില്ല, അവന് ആശ്വാസം നൽകിയില്ല, സന്തോഷം നൽകിയില്ല. അവന് മരണവിപ്രാളമാണ് ഉണ്ടായത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അരുതാത്ത വഴിയിൽ കൂടെ എന്തെങ്കിലും നേടിയവരാണോ എന്ന് സ്വയം പരിശോധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിലായാലും, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലായാലും, തൊഴിലിൻ്റെ മേഖലയിലായാലും, സ്വത്തിൻ്റെ സമാഹരണത്തിലായാലും, ഈ ആത്മീയ സ്ഥാനങ്ങൾ, ശുശ്രൂഷകൾ നേടിയെടുത്തതായാലും സത്യസന്ധമായ നിലയിൽ മാത്രം അതായിരിക്കുവാൻ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ. മഹത്വം എടുത്താട്ടെ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.